നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ CPM നേതാക്കന്മാരുടെ പേര് പറയുകയോ അല്ലെങ്കിൽ CPM നേതാക്കന്മാരുമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പാണ് എന്ന് ജനങ്ങൾക്ക് ഏവർക്കും അറിയാം. പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ CPM നേതാക്കന്മാരുമായും DYFI നേതാക്കന്മാരുമായും SFI നേതാക്കന്മാരുമായും ഒക്കെ ബന്ധപ്പെട്ട് പുറത്തു വന്നു കഴിഞ്ഞു. അതായത് നമുക്കറിയാം, പ്രളയകാലത്ത് ഫണ്ട് തട്ടിപ്പ്, അത് കഴിഞ്ഞ് വിവാഹ തട്ടിപ്പ്, പലതരത്തിലുള്ള തട്ടിപ്പുകൾ, ഇപ്പോൾ ആൾമാറാട്ടം, ഗുണ്ടാ തട്ടിപ്പ്, ഗുണ്ടാ പിരിവുകൾ, അങ്ങനെ ഏതെല്ലാം തട്ടിപ്പുകളുണ്ടോ ആ തട്ടിപ്പിന്റെ ഒരു ഭാഗത്ത് CPMലെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് ഏകദേശം ഒരു രൂപമുള്ളതാണ്. ഇപ്പൊ പുതിയൊരു തട്ടിപ്പ് കൂടി തിരുവല്ലയിൽ നിന്ന് വരികയാണ്. അതൊരു വിവാഹ തട്ടിപ്പിന് CPM നേതാവ് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ലോക്കൽ സെക്രട്ടറി ചമഞ്ഞ് ഗുണ്ടാ നേതാവിന്റെ കല്യാണം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ വരുന്നത്. കല്യാണ തട്ടിപ്പിന് ശ്രമിക്കുകയായിരുന്നു CPM നേതാവ്. ലോക്കൽ സെക്രട്ടറി ചമഞ്ഞ് കല്യാണം നടത്താൻ CPM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കൊച്ചു പ്രകാശ് ബാബു എന്ന് വിളിക്കുന്ന പ്രകാശ് ബാബു രംഗത്ത് വന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി ഗുണ്ടാ നേതാവിന്റെ വിവാഹാലോചനയ്ക്ക് വേണ്ടിയാണ് ഇയാൾ ഇടനിലനിന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. സംഭവം പുറത്തായതോടെ വെട്ടിലായ CPM നേതൃത്വം മുഖം രക്ഷിക്കാൻ വിഷയത്തിൽ അന്വേഷണം നടത്താൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ്. പോക്സോ കേസടക്കം ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വൈക്കത്തിലം സ്വദേശിയായ യുവാവിന്റെ വിവാഹത്തിനാണ് നെടുമ്പ്രം ലോക്കൽ സെക്രട്ടറിയായ വിനയചന്ദ്രന്റെ പേരിൽ പ്രകാശ് ബാബു ആൾമാറാട്ടം നടത്തിയത്. ഇതൊന്ന് അന്വേഷിക്കാനാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. പോക്സോ കേസടക്കം ഒട്ടനവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ പ്രകാശ് ബാബു ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നും ആരോപണമുണ്ട്. ഈ മാസം 8-ാം തീയതി അമ്പലപ്പുഴ സ്വദേശിനിയുമായ യുവാവിന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടെ പെൺകുട്ടിയുടെ വീട്ടുകാർ തിരുവല്ല സ്വദേശിയായ ഒരു ബന്ധു വഴി യുവാവിന്റെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കി. തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറി. എന്നാൽ പ്രകാശ് ബാബു വിനയചന്ദ്രൻ എന്ന പേരിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി യുവാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിച്ച വിവരം തെറ്റാണെന്നും വ്യക്തിവൈരാഗ്യം മൂലം ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ബന്ധുക്കളോട് സംസാരിക്കുകയായിരുന്നു. തന്റെ പേരിൽ മറ്റാരോ പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവരമറിഞ്ഞ വിനയചന്ദ്രൻ ഏരിയ കമ്മിറ്റിക്ക് പരാതി നൽകി. തുടർന്ന് ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി വിനയചന്ദ്രനെയും കൂട്ടി നേരിട്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തി നടത്തിയ അന്വേഷണത്തിലാണ് ആൾമാറാട്ടം പുറത്തായത്. തുടർന്നാണ് പ്രകാശ് ബാബുവിനെതിരെ CPM ഏരിയ കമ്മിറ്റി ഏകാംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കിഴക്കൻമുറി സ്വദേശിയിൽ നിന്നും പണം തട്ടിയെന്ന പരാതിയിൽ നിലവിൽ പാർട്ടി അന്വേഷണം നേരിടുന്ന ആളാണ് പ്രകാശ് ബാബു. ഏതായാലും പലതരത്തിലുള്ള തട്ടിപ്പുകൾ CPMന് പുത്തരിയല്ല. എല്ലാ തട്ടിപ്പുകളുടെയും ഏകദേശം ഒരു ഭാഗത്ത് CPM തന്നെയാണ് എന്ന് നമുക്ക് പല ഘട്ടങ്ങളിലും വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തരത്തിലുള്ള തട്ടിപ്പുകളും പുറത്തു വരുന്നു. ആൾമാറാട്ടം നടത്തി ഒരു ഗുണ്ടാ നേതാവിന്റെ വിവാഹം നടത്താൻ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുക, CPMന്റെ നേതാവ് തന്നെ മറ്റൊരു നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അത് പെൺകുട്ടിയുടെ വീട്ടുകാർ കണ്ടെത്തുന്നു. അതിനുശേഷം അവർ വ്യാപകമായ അന്വേഷണം നടത്തുമ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പുകൾക്ക് ലക്ഷ്യമിടുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ തരത്തിൽ ഇങ്ങനെ പോയാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടകളുടെ അല്ലെങ്കിൽ തട്ടിപ്പുകാരുടെ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു താവളം മാത്രമായി മാറുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.